ഗൈസ് ഇന്ന് +2 ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമുണ്ട് ഗൈസ്. കറുത്ത ജാക്കറ്റും വെള്ള ടീഷർട്ടൊക്കെ ഇട്ട് ഞാൻ റെഡിയായി പോവേണ്ട ക്ലാസ്സിലേക്ക്. ഇത്രയും കാലം സ്വപ്നം കണ്ട ആ ദിവസമാണ് ഗൈസ് ഞങ്ങളുടെ ഫെയർവെൽ, +2 ഫെയർവെൽ ഉണ്ട് ഗൈസ്. സ്കൂളിൽ എത്തിയപ്പോഴേക്കും ദേ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്യണം കേട്ടാ. പരിപാടിക്ക് മുന്നോട്ടുള്ള ടെൻഷൻ എക്സൈറ്റ്മെന്റ് ഒക്കെ ഗൈസ് അതൊരു വേറെ ലെവലാണ് കേട്ടാ ഫീലിംഗ്. വേണ്ട വരാന്തയിലൊക്കെ ഉണ്ട് നിറച്ച് പിള്ളേരും ടീച്ചർമാരെല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന്. ഗായ്സ് ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരാണ് കേട്ടോ. അപ്പൊ ചിലവർക്കൊക്കെ ക്യാമറ കുറച്ച് നാണുണ്ടെങ്കിലും എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം. ഗായ്സ് ഈ ചിരിയൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്നാണ്ടാ ഗായ്സ്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റൂല ഗായ്സ്. അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ തുടക്കം ഇട്ടിട്ടാ. എന്നിട്ട് ഇപ്പൊ കേക്കൊക്കെ മുറിക്കാൻ പോവേണ്ട ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങളൊക്കെ ഒന്നും കൂടി ഉഷാറാവും. കണ്ട എല്ലാവരും നല്ല തകർത്ത് ഡാൻസ് കളിക്കേണ്ട ഗൈസ്. ഇത് കാണുമ്പോ ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കുമ്പോ ഇത് കാണുമ്പോ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഇനി നമുക്ക് അതൊന്നും കിട്ടൂല ഗൈസ്. അപ്പൊ മിസ് യു ഗൈസ്. ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഗൈസ്, നമ്മ കൂടെ നിൽക്കുമ്പോ നമുക്ക് അത്രക്ക് അങ്ങോട്ട് വലിയ ഇതുണ്ടാവില്ല. കഴിഞ്ഞഴിയുമ്പോ ഭയങ്കര വിഷമമായിരിക്കും. അതിപ്പോ എല്ലാവർക്കും ഉള്ളതാണ്. ഒന്ന് 10ാം ക്ലാസ്, +1, +2 ഇതൊക്കെ ഒരു പ്രത്യേക ഇതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞു പോവല. ആ കാലം കിടിലം തന്നെയാണ് അത് അല്ലേ. ഇന്നും ഒരു മെമ്മറിയാണത്. നിങ്ങളുടെ ഫെയർവെല്ലിനും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഞങ്ങളുടെ ഫെയർവെല്ലുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ഡാൻസ് കളിക്കുക. നമ്മുടെ കൂട്ടുകാരും കൂട്ടുകാരിമാരൊക്കെ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് കൈയൊക്കെ അടിക്കേണ്ടത് കാണുന്നുണ്ടാവും. പിന്നെ ഞങ്ങൾ നല്ലൊരു വൈബുള്ള ദിവസം വരുന്നുണ്ട് ഗൈസ് അല്ലേ. ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. പല ഒരു ഫെയർവെല്ലിനൊക്കെ വരാണ്ട് വീട്ടിലൊക്കെ ഇരിക്കേണ്ട ഗൈസ്. പക്ഷെ സത്യം പറയട്ടെ, ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞാൽ ലൈഫിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗൈസ് അല്ലേ. ചിലവരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് ഫോട്ടോയിൽ വന്നിട്ടില്ല. അതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താല്പര്യം ഉണ്ടാവില്ല, അതായിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, ഇതൊക്കെ ശരിക്കും ഒരു മെമ്മറി മാറിപ്പോയി. ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വീണ്ടും ഞാൻ ഈ കാര്യം പറയേണ്ട കാര്യം ഇതാണ്. ഇതൊക്കെ ഒരു മെമ്മറി ആയി പോയി ഈ ഡാൻസ് കളിക്കുന്നത് അല്ലേ. എന്താണല്ലേ അതൊക്കെ ഒരു ഇതാണ്. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നിങ്ങൾക്കും ആ ഫീലിംഗ് ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ. നിങ്ങൾ ഇത് കഴിഞ്ഞതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ കൂട്ടുകാരത്തി തന്നെയാണ് ക്ലാസ്സിൽ പഠിക്കുന്നത്. അവള് ക്ലാസിക്കൽ ഡാൻസ് കളിക്കണം. അപ്പൊ അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. എന്നെ നോക്കിയ ഗൈസ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ടുണ്ടോ വന്നേക്കണത്. എനിക്ക് തന്നെ എന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് അടിക്കുക. ഞങ്ങളുടെ പരിപാടി മാത്രമല്ല കേട്ടോ ഗൈസ്, ബാക്കിയുള്ള ഒരു പരിപാടി നല്ല സെറ്റായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം എല്ലാവരും. അപ്പൊ ഹ്യൂമാനിറ്റീസ് ആയാലും ബയോമാക്സ് ആയാലും കൊമേഴ്സ് ആയാലും എല്ലാവരും നല്ല സെറ്റായിട്ട് തന്നെ എന്റെ പരിപാടി ചെയ്തേക്കുന്നത്. ഗൈസ് പരിപാടി എല്ലാവരും വൈബ് അടിക്കേണ്ടി വിടുക. അപ്പൊ ഇപ്പൊ പരിപാടിക്കിടയിൽ തന്നെ ഇപ്പൊ ടൈം ആയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് അടിക്കണം നമുക്ക്. അപ്പൊ ബിരിയാണിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ ഗൈസ് ഞാൻ കുറെ വ്യൂസും ഇതൊന്നും കണ്ടിട്ടല്ല കേട്ടോ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇടാൻ നോക്കണമെന്നാണ് എന്റെ മെമ്മറി. കാരണം കുറെ നാൾ കഴിയുമ്പോൾ എനിക്കെടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. എനിക്ക് തന്നെ കാണാല്ലേ ഞാൻ പണ്ട് എങ്ങനെ ഇരുന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര ഹാപ്പിയാണ് വീഡിയോ ഇടുമ്പോഴൊക്കെ. അതാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പൊ എല്ലാവരും ഫുഡ് അടിക്കേണ്ട ഗൈസ്. അപ്പൊ ഫുഡ് അടിച്ചുകൊണ്ട് പിന്നെ നമ്മ പിരിയും പിന്നെ പയ്യങ്ങാട് അല്ലേ. അതല്ലാണ്ട് ഇനി വേറെ പരിപാടിയാണ് ഗൈസ് ഉള്ളത്. അപ്പൊ ഗൈസ് ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഫെയർവെല് നിങ്ങളുടെ എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ കമന്റ് അടിക്കാട്ടാ ഗൈസ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇത്ര നാളും കിടില മെമ്മറി തന്നെ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇനിയും നമുക്ക് കാണാം. അപ്പൊ എല്ലാവരെയും ഞാൻ മിസ് യു ഗൈസ്. പിന്നെ കാണാം ഗൈസ്. പിന്നത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പൊ ഓക്കെ ബൈ.